കാരണം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ എന്നെ ക്ഷണിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ ഒരു മൊബൈലുണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ്. അവ മാറ്റങ്ങൾ നിങ്ങളിൽ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫൈസൽ പറഞ്ഞ പോലെ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഉണ്ട്. അപ്പോ പോസിറ്റീവിലൂടെ മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോയി ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ നിങ്ങൾ മാക്സിമം വിനിയോഗിക്കുക. ഡിജിറ്റലായിട്ടുള്ള എന്തെടുത്താലും ഒരു പാൻ എടുക്കണ്ടെങ്കിലും ആ കമ്പനി ഏതാണെന്ന് അറിയണത് നമ്മൾ ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് തിരഞ്ഞെടുക്കും? ഈവൻ ഇപ്പൊ ആൺകുട്ടികളെ തെരഞ്ഞെടുക്കാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അതിൽ അവർക്ക് മാറിയിട്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ എല്ലാ ആശംസകളും നേരെയാണ്. സന്തോഷം. താങ്ക് യു. അക്കാഡമി ഏജൻസിയും കൂടിയാണ് നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് റീസെന്റ് ആയിട്ട്. അപ്പൊ ചാവക്കാട് നമ്മുടെ ഈ ഒരു ഏരിയകളിൽ അങ്ങനെ ഇല്ല. റീസെന്റ് ആയിട്ട് ഒരു അക്കാഡമി വന്നിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ ഏരിയകളിലെ കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ച് വലിയ ധാരണയില്ല. കുറേ ഡിഗ്രി 3 വർഷം പഠിക്കുക, പിന്നെ 2 വർഷം PG പഠിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കോച്ചിങ്ങിന് പോവാ, എന്നിട്ട് ജീവിതത്തിലെ 5, 6, 7, 8 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരു ജോലിയെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ പിന്നെ ഈ പഠിച്ചൊന്നും ഉപകാരപ്പെടില്ല. അപ്പൊ പിന്നെ അതിന് വേറെ എക്സാം ഫോക്കസ് ചെയ്യണം, അതിന് വേറെ കോച്ചിങ് സെന്ററിൽ പോകണം. PSC ആണെങ്കിലും വർഷങ്ങളോടെ ഇരുന്ന് പഠിക്കണം. കാലഘട്ടം മാറിയില്ലേ, പിള്ളേർക്ക് പെട്ടെന്ന് ജോലി വേണം. അതും നല്ല സാലറി സ്കെയിലുള്ള ഒരു മേഖല തന്നെയാണ്. തുണിക്കടയാണെങ്കിൽ തുണി വേണ്ട ആളുകളല്ലേ കാണേണ്ടത്. അതേപോലെ ഏതാണോ വിഷയം
അത് അവർ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു കോഴ്സ് പഠിക്കാൻ അന്വേഷിക്കുന്ന ആളുകൾ